നമസ്കാരം. സ്പീഡ് ന്യൂസ്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ 7 ദിവസം വരെ വ്യാപകമായി ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യത. കനത്ത മഴയിൽ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇവർക്കായി ക്യാമ്പ് തുറന്നത്. കനത്ത മഴയിൽ പാവറട്ടി പഞ്ചായത്ത് 5-ാം വാർഡിൽ വീട് തകർന്നു. അറയ്ക്കൽ വിൻസെന്റിന്റെ ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗത്ത് ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആളപായമില്ല. മഴ കനത്ത സാഹചര്യത്തിൽ തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി എടവിലങ്ങിൽ അറപ്പ തുറന്നു. എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകൾ സംയുക്തമായാണ് അറപ്പ തുറന്നത്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ തൃശൂർ അശ്വിനി ആശുപത്രി P. ബാലചന്ദ്രൻ MLAയും മേയർ MK വർഗീസും സന്ദർശിച്ചു. തൃശൂർ നഗരത്തിലെ കാനകൾ വികസിപ്പിക്കുന്നതിന് മാസ്റ്റർ പദ്ധതി തയ്യാറാക്കുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും തൃശൂർ വെസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ ലൈസൻസില്ലാതെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന മരുന്നുകൾ പിടിച്ചെടുത്തു. BP കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമീവ് A എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചെടുത്തത്. 12 കോടിയുടെ വിഷു ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് സമ്മാനാർഹനായത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര സ്വദേശി പുതുവീട്ടിൽ അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത്. കേച്ചേരി സ്വദേശി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് പ്രചാരണത്തിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിൽ വിവിധയിടങ്ങളിലായി മെഗാ ശുചീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുശ്ശേരി സ്വദേശിനി പുല്ലാനിപ്പറമ്പിൽ വീട്ടിൽ മഞ്ജുവിന്റെ മകൾ 14 വയസ്സുള്ള ആരുഷിയാണ് മരിച്ചത്. KSUവിന്റെ 67ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് KSU തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സാൻ ഷെയ്ഖ് പതാക ഉയർത്തി. പുന്നമ്പറമ്പ് സെന്ററിൽ നടന്ന ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി PJ രാജു കേക്ക് മുറിച്ച് പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജേസൺ മാത്യു, ഗിരീഷ്, മായാദാസ് എന്നിവർ നേതൃത്വം നൽകി. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പതാക ഉയർത്തി. CITU മുതിർന്ന നേതാവ് ഹെൻറി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാഗ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ താഴത്തേക്കാവിലേക്ക് തേക്കുമരം വീണ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ, മേൽക്കുര, നടപ്പുര എന്നിവ തകർന്നു. ശ്രീകോവിലിന്റെ താഴികക്കുടങ്ങൾ പൊട്ടിവീണു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരണ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ നിർവഹിച്ചു. PG വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെല്ലുവായി മാങ്ങാരപ്പൂഞ്ചയിൽ ശങ്കരൻ മകൻ 54 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയ്ക്കാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന 3 ജീവനക്കാർക്ക് എംപ്ലോയീസ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നടത്തി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ഗുരുവായൂർ തൈക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി പഞ്ചായത്തിലെ ആദ്യ സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. പുതിയ ഭാരവാഹികളായി ജോഷി വിളക്കിഴത്ത്, നന്ദകുമാർ കരീപ്പാടത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. SSLCക്കും +2നും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള MLA എക്സലൻസ് അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസും ജൂൺ 1-2 തീയതികളിലായി പുഴയ്ക്കലിൽ സംഘടിപ്പിക്കുമെന്ന് P. ബാലചന്ദ്രൻ MLA അറിയിച്ചു. ജൂൺ 1-ന് എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ആശുപത്രിയുടെ സമീപത്തുള്ള പുഴോലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്.
മനക്കുടി പുള്ള റോഡിൽ കൂറ്റൻ മാവ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഏലോത്ത് ക്ഷേത്രം റോഡ് ജംഗ്ഷനടുത്ത് PWD റോഡിലാണ് കനത്ത മഴയെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മാവ് കടപുഴകി വീണത്. പെരിഞ്ഞിലത്ത് വീട്ടമ്മ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ശവപ്പെട്ടിയുമായി മാർച്ച് നടത്തി. മാർച്ച് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP സനൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വീണപ്പൂവ് മേഖലാ കലോത്സവം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന കലോത്സവത്തിൽ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചിത്രകലയ്ക്ക് വേറിട്ടൊരു തലമുരുക്കി ആർട്ടിസ്റ്റ് ഗൂഗിൾദാസ് ഒരുക്കുന്ന ചിത്രപ്രദർശനം സ്റ്റാർനൂലാലിയ ലളിതകലാ അക്കാദമിയിൽ ജൂൺ 2 ആരംഭിക്കും. സെലിബ്രേഷൻ ഓഫ് കളേഴ്സ് എന്ന പേരിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പെരിഞ്ഞനം SN സ്മാരക UP സ്കൂളിൽ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ പൊടിയുടെ ഉദ്ഘാടനവും പുതിയ തൈകളുടെ നടീലും നടന്നു. ഹരിതം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ആർദ്രം ഹരിദ്രം പദ്ധതിയുടെ ഭാഗമായാണ് മഞ്ഞൾ കൃഷി നടത്തിയത്. ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായ ടൈറ്റസിനെ കുറിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ നേച്ചർ ക്ലബ് അംഗങ്ങൾ ഫോട്ടോഗ്രാഫി പ്രദർശനം തയ്യാറാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ YMCAയുടെ ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ദിന റാലി സംഘടിപ്പിച്ചു. തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ കരസ്ഥമാക്കിയ SN പുരം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് NRI വിംഗ് SN പുരം മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ് ജീവനക്കാർക്ക് വേറിട്ട യാത്രയയപ്പ് നൽകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി വരുന്ന KSRTC ബസ്സിലെ കണ്ടക്ടർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മട്ടത്തൂർ കടമ്പോട് LP സ്കൂളിന് അനുവദിച്ച പുതിയ പാചകപ്പുരയുടെയും ഭക്ഷണമുറിയുടെയും നിർമ്മാണോദ്ഘാടനം ജൂൺ 7 KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. സംഘാടക സമിതി യോഗം മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. സർക്കാർ സഹായത്തോടെ വെള്ളാങ്കല്ലൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് നടത്തുന്ന മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ശക്തമായ മഴയിൽ മാള, പുത്തൻചിറ, പിണ്ടാണി, പടിഞ്ഞാറെ മിച്ചഭൂമി, അംഗൻവാടി റോഡിൽ വെള്ളം കയറി. വെള്ളം ഒഴുകിയിരുന്ന തോട് തരം മാറ്റി തിരിച്ചുവിട്ടതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് പഞ്ചായത്ത് മുൻ മെമ്പർ PC ബാബു പറഞ്ഞു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.